ഡബിൾ ഇൻകം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കേൾക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിന്നും അതേപോലെ തന്നെ ഒരു ഗവൺമെന്റ് സെക്ടറിൽ നിന്നും കൂടെ ഒരു വരുമാനം ലഭിക്കുന്ന ഒരു സമയത്ത് മൈലേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി ഒരു വ്യക്തിയുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അതേ ഒരു തലക്കനം. കാരണം രണ്ട് മേഖലയിൽ നിന്നുള്ള വരുമാനമൊക്കെ കിട്ടുന്ന സമയത്ത് എന്തിനാണ് ഞാൻ ഈ ഒരു സോപ്പും പേസ്റ്റും ഒക്കെ വിൽക്കാൻ നടക്കുന്ന ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ളൊരു ചിന്ത കൊണ്ട് എന്നെ ഈ ഒരു അവസരം പറഞ്ഞു തന്ന വ്യക്തിയോ, ഇന്ന് ലോകം വലിയ രീതിയിലേക്ക് വളരുന്നുണ്ടെങ്കിൽ, ഒരു രാജ്യം വളരുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വിൽപ്പന നടക്കുന്നത് കൊണ്ട് മാത്രമാണ്, കച്ചവടമാണ് ഇന്നൊരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ ഇന്ന് ഒരു മേഖലയിലും പ്രതിസന്ധിയിൽ പിൻവാങ്ങി പോകുന്നവൻ ഒരിക്കലും സക്സസിലേക്ക് എത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം പ്രതിസന്ധിയെ പേടിക്കുന്നവരല്ല, അതിനെ മറികടന്ന് വിജയം കണ്ടെത്തുന്നവർ തന്നെയാണ് ഇന്ന് ഏറ്റവും വലിയ സ്വപ്നങ്ങൾ നേടിയെടുത്തിട്ടുള്ളതും ലക്ഷ്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളതും. ഏതൊരു സാധാരണക്കാരനെയും അസാധാരണക്കാരനാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ആൻഡ് താങ്ക് യു ഷാംലി മാഡം. എല്ലാവരും ഒരുപക്ഷെ ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടെ ഈ ഒരു സമയത്തും എന്താ പറയുക, ഇത്രയും നേരത്തെ ആയിട്ടും ഇങ്ങനൊരു മോർണിംഗ് മീറ്റില് പങ്കെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ ഒരു 170 പേരോളം ഇപ്പൊ ഈ ഒരു സൂം മീറ്റിംഗിലുണ്ട്, ഈ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിലുണ്ട്. ഏതായാലും ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഫാക്കൽറ്റി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്താ പറയാ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു അവസരം കയ്യിൽ കിട്ടി. അത് കേട്ടപാടെ ഏറ്റെടുത്തു. അല്ലെ, നമ്മളെല്ലാവരും ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള അങ്ങനെയല്ലേ, നമ്മളോടൊരു വ്യക്തി പറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. വെയിറ്റ് ചെയ്ത സമയത്ത് ആ മൈലേജ് സ്റ്റൈൽ ഞാൻ കാത്തിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് എത്ര പേരുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല. കാരണം നമുക്കറിയാം, ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തില് നമ്മളെല്ലാവരും ചെറുതിലെ പഠിച്ചു തുടങ്ങുന്നത് തന്നെ ജോലിക്ക് വേണ്ടിയിട്ടാണ്. കാരണം വീട്ടിൽ നിന്ന് നമുക്ക് തരുന്ന അറിവ്, അല്ലെങ്കിൽ വീട്ടുകാരെ നമ്മളോട് പറയുന്ന ഒരു കാര്യം, നന്നായിട്ട് പഠിക്കണം, നല്ലൊരു ജോലി വാങ്ങിക്കണം എന്നുള്ളൊരു മെസ്സേജാണ് ചെറുപ്പം മുതലേ നമ്മൾ കേട്ടോണ്ടിരിക്കുക. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിച്ചു. ഇലക്ട്രോണിക്സ് ആണ് പഠിച്ചത്. ഇലക്ട്രോണിക്സ് പഠിച്ചതിന്റെ ഭാഗമായിട്ട് അതേ മേഖലയിൽ ഇലക്ട്രോണിക്സിന്റെ ഒരു ടീച്ചറായിട്ട് തന്നെയാണ് ജോലി കിട്ടിയത്. അപ്പം വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ എത്രയോ വർഷങ്ങളായിട്ട് പഠിച്ചു. ആ പഠിച്ചതിന്റെ ഭാഗമായിട്ട് പഠിച്ച അതേ മേഖലയിൽ ഒരു ജോലി കിട്ടിയപ്പം വളരെയധികം സന്തോഷിച്ചു. കാരണം ജീവിതത്തിൽ അതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് അതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നല്ലൊരു ജോലി വാങ്ങിക്കുക, നല്ലൊരു ജോലി വാങ്ങിക്കുക. അപ്പൊ ആ ജോലി വാങ്ങിച്ചപ്പം സത്യത്തിൽ നല്ല സന്തോഷം തോന്നി. പക്ഷെ ആ ജോലിയൊക്കെ നല്ല കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അതിനോടൊപ്പം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രൊജക്ട് കൂടെ എനിക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെയ്യാൻ ഓരോ മേഖലയില്. അപ്പൊ ആ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടും കൂടെ പോകുന്നത് കൊണ്ട് സത്യം പറയുകയാണെങ്കിൽ ഒരു ഡബിൾ ഇൻകം ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ കേൾക്കുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഒരു പ്രൈവറ്റ് സെക്ടറിൽ നിന്നും അതേപോലെ തന്നെ ഒരു ഗവൺമെന്റ് സെക്ടറിൽ നിന്നും കൂടെ ഒരു വരുമാനം ലഭിക്കുന്ന ഒരു സമയത്ത് മൈലേജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റി ഒരു വ്യക്തിയുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അതേ ഒരു തലക്കനം. കാരണം രണ്ട് മേഖലയിൽ നിന്നുള്ള വരുമാനമൊക്കെ കിട്ടുന്ന സമയത്ത് എന്തിനാണ് ഞാൻ ഈ ഒരു സോപ്പും പേസ്റ്റും ഒക്കെ വിൽക്കാൻ നടക്കുന്ന ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരേണ്ടത് എന്നുള്ളൊരു ചിന്ത കൊണ്ട് എന്നെ ഈ ഒരു അവസരം പറഞ്ഞു തന്ന വ്യക്തിയോട് ഞാൻ എന്താ പറയാ, എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് തീർത്തും എന്താ പറയാ അവരെ മടക്കി വിട്ട വ്യക്തിയാണ്. അവസരം പറഞ്ഞ്, കാരണം ജോലി ചെയ്യുന്നുണ്ട്, നമുക്കറിയാം, നമ്മളെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഒരു വ്യക്തി നമ്മളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു വലിയൊരു സംഭവങ്ങൾ നടക്കും. എന്താന്ന് വെച്ചാൽ ഫോളോ അപ്പ് എന്ന് പറയും, അല്ലെ? കാരണം പിറ്റേ ദിവസം തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാനും വീണ്ടും നമ്മളെ കാണാനും ഒക്കെ ലീഡേഴ്സ് ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ പോയാൽ വൈകിട്ട് വീട്ടിലെത്തുന്ന വ്യക്തിയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയോട് എനിക്ക് താല്പര്യമില്ലാത്തത് കാരണം രാവിലെ കോൾ ചെയ്യുമ്പോൾ ഞാൻ പറയും ഓഫീസിലേക്ക് പോകാനുള്ള തിരക്കിലാണെന്ന് പറയും. അപ്പൊ വൈകിട്ട് വീട്ടിലെത്തുന്ന സമയത്ത് അവര് വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ വൈകിട്ട് വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. ആ സമയത്ത് ഞാൻ പറയാം കുട്ടികളെ എത്തിയതേ ഉള്ളൂ, കുട്ടികളെ പഠിപ്പിക്കുന്ന തിരക്കിലാണെന്നെല്ലാം പറഞ്ഞിട്ട് എസ്കേപ്പ് ആയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ മേഖല നമുക്കറിയാം, ഏതൊരു മേഖലയെ കുറിച്ച് നമുക്ക് താല്പര്യമുള്ള മേഖലയാണെങ്കിൽ നമ്മൾ സമയമെടുത്ത് കേൾക്കാൻ തയ്യാറാവും.
പക്ഷെ താല്പര്യമില്ലാത്തൊരു മേഖലയാണെങ്കിൽ അത് എത്ര വലുതാണെന്ന് പറഞ്ഞാലും അതിനെ കേൾക്കാൻ നമ്മൾ തയ്യാറാവില്ല. അത് നമ്മുടെ ഓരോരുത്തരുടെയും ക്യാരക്ടറിന്റെ ഭാഗമാണ്. അതുപോലെ ഞാനും ഒരുപാട് എന്താ പറയാ ലീഡേഴ്സ് പറയുന്നതിനനുസരിച്ചിട്ട് അവരെ റിജക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. മറ്റൊന്നുമല്ല, എന്റെ അറിവില്ലായ്മയും ഈ ഒരു മേഖലയെ കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളാണ് സത്യത്തിൽ അത് കേൾക്കാൻ പോലുമുള്ള ഒരു മനസ്സ് എനിക്കില്ലാതായത്. നമ്മളിൽ പലരും അങ്ങനെ തന്നെ ആയിരിക്കും. തുടക്കത്തിൽ ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും ഉള്ളിൽ വെച്ചോണ്ട് ഉണ്ടായിരുന്ന സമയത്തായിരിക്കും നമ്മളിത് കേട്ടിട്ടുണ്ടാവുക. അപ്പോഴൊക്കെ നമ്മൾ റിജക്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എവിടെയോ ദൈവം നമ്മളിൽ എന്താ പറയാ ഒരു കണ്ണ് വെച്ചിട്ടുണ്ട് എന്നതിന് തെളിവാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് കേൾക്കുകയും ഇത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഇത്രയും പേര് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലുള്ള മുഴുവൻ വ്യക്തികൾക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ട് എന്ന് തന്നെ വിശ്വസിക്കുക. കാരണം അവസരങ്ങൾ ഒരിക്കലും നമ്മളുടെ തേടി വരാറില്ല, നമ്മൾ തേടി കണ്ടെത്തണം എന്നാണ് പറയാറുള്ളത് ജീവിതത്തിൽ വിജയിക്കാൻ. പക്ഷെ മൈലേജ് സ്റ്റൈൽ ഓപ്പർച്യൂണിറ്റി നേരെ തിരിച്ചാണ്. അവസരങ്ങൾ നമ്മൾ തേടി വരികയാണ് ചെയ്യുക. കാരണം നമുക്കൊരു ബന്ധുവോ സുഹൃത്തോ ആരെങ്കിലും ആയിരിക്കും ഈ അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടു തന്നിട്ടുണ്ടാവുക. പക്ഷെ കൊണ്ടെത്തുന്ന അവസരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ നമ്മളിൽ പലരും അത് റിജക്ട് ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ റിജക്ട് ചെയ്യാതെ വീണ്ടും വീണ്ടും നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ആകർഷിക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കുക, നമ്മൾ വിജയിപ്പിക്കാൻ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പാതി നമ്മളെ വിജയിപ്പിക്കാൻ വേണ്ടി ഒരു പ്ലാറ്റ്ഫോം തരാൻ അദ്ദേഹം ആവുന്നതും ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ അത് ഏറ്റെടുക്കാത്തത് നമ്മുടെ മാത്രം കുറ്റം കൊണ്ടാണ്. അപ്പൊ ഏതായാലും ഈ ഒരു അവസരത്തിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി എന്നെ അവർ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ഈ ഒരു അവസരം കേട്ടിട്ട് ഈ മൈലേജ് സ്റ്റൈൽ അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു വ്യക്തി തീരുമാനിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം കേട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഡറിന്റെ വാക്കുകളോ ആയിരിക്കും നമ്മളെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ എന്നെയും കുറേ തവണ പ്രോഗ്രാമിലേക്ക് വിളിച്ച സമയത്ത് ഒരു ദിവസം വിളിച്ചവരെ നിരന്തരം വെറുപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അന്ന് കോഴിക്കോട് തന്നെ ഒരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാമിനാണ് ഫസ്റ്റ് നമ്മളെല്ലാവരും GTS-ലൊക്കെ ആയിരിക്കും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ലീവ് ഇല്ലാത്തത് കാരണോ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു വൺ ഡേ വന്ന സമയത്താണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. പക്ഷെ അറ്റൻഡ് ചെയ്തത് തികച്ചും എനിക്ക് വേണ്ടിയിട്ടല്ല, വിളിച്ച വ്യക്തിയെ സമാധാനിപ്പിക്കാം എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, അവിടെ പോയിട്ട് ഇരിക്കുമ്പം നമ്മളെ മനസ്സൊരിക്കലും എവിടെ ഉണ്ടാവില്ല, ആ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവില്ല. എന്റേതും അതേ അവസ്ഥ തന്നെയായിരുന്നു. ആ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തപ്പോഴും കൃത്യമായിട്ട് അത് കേൾക്കാനോ മനസ്സിലാക്കാനോ അല്ല, എങ്ങനെയെങ്കിലും ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഹാൾ വിട്ട് പുറത്തു പോകണം എന്നുള്ള ചിന്തയോടുകൂടി അവിടെ ഇരുന്നു. പക്ഷെ അന്ന് വന്ന് ട്രെയിനിങ് എടുത്ത വ്യക്തിയെ അന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്ന് അറിയാം. ഇന്ന് നമ്മുടെ എന്താ പറയാ ആചാര്യനൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന WTC സത്യൻ മാഷാണ്. പക്ഷെ അന്ന് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു അധ്യാപന മേഖലയിൽ നിന്ന് വന്ന വ്യക്തിയാണ്, എന്റെ അതേ പ്രൊഫഷനിൽ നിന്ന് വന്ന വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ നേട്ടങ്ങൾ ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു, വീട് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ആയിരുന്നു, അപ്പൊ മൈലേജ് സ്റ്റൈൽ ഏറ്റെടുത്ത് ഇത്ര വർഷത്തിന് ശേഷം ഇങ്ങനെ എന്ന് പറഞ്ഞ എക്സ്പീരിയൻസിലെ ചെറിയ കാര്യങ്ങൾ മാത്രം ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. പക്ഷെ എന്നിരുന്നാലും ഈ ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് കേൾക്കാനോ അല്ലെങ്കിൽ വീണ്ടും അത് ഏറ്റെടുക്കാനോ തയ്യാറാവാതെ വീണ്ടും ഞാൻ എന്റെ പഴയ ജോലിക്ക് തന്നെ പോയി. അങ്ങനെ കുറെ ദിവസം കഴിഞ്ഞ സമയത്ത് വീണ്ടും എന്റെ ലീഡേഴ്സ് വിളിക്കുന്നുണ്ട്. അവര് പറഞ്ഞു വയനാട്ടിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് യാത്രകൾ പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വയനാട് എന്ന് കേട്ടപ്പോ നോക്കുന്ന സമയത്ത് അന്ന് എനിക്ക് ലീവുള്ള ദിവസമാണ്. അപ്പൊ വയനാട് എന്ന് കേട്ട സമയത്ത് ഞാൻ പറഞ്ഞു ഓക്കെ, വയനാട്ടിലേക്ക് വരാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വയനാട്ടിലേക്ക് പോവാനുള്ള ഒരേ ഒരു കാരണം ആ ചുരം കയറാലോ യാത്ര ചെയ്യാലോ എന്നുള്ള ഒരൊറ്റ കാരണമാണ്. അല്ലാതെ ഓപ്പർച്യൂണിറ്റി കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടെയല്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, അന്ന് ആ ചുരം കയറിയതാണ് ഇന്ന് എന്നെ മൈലേജ് സ്റ്റൈലിലൂടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ആ ഒരു ചുരം കയറി എന്നുള്ള ഒരൊറ്റ കാരണമാണ്. കാരണം നമുക്ക് പലതുമാണ് നിമിത്തമാവാറുള്ളത്. എന്നെ സംബന്ധിച്ച് എന്നെയും ഈ ബിസിനസ് എന്താണ് എന്ന് എന്റെ ബോധ്യപ്പെടുത്തി തന്നത്, അല്ലെങ്കിൽ അതിന് എന്തുകൊണ്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്യണം എന്ന് എന്നെ മനസ്സിലാക്കി തന്നത് ആ ഒരു പ്രോഗ്രാമാണ്. അത് കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ബ്രാൻഡ് ന്യൂ ഗ്ലോബൽ ടീം കോർഡിനേറ്റർ MS പ്രസാദ് സാറിന്റെ ഉച്ചവരെയുള്ള ഒരു സെക്ഷൻ ആയിരുന്നു. എത്ര ഞാൻ ശ്രദ്ധിക്കണ്ട എന്ന് കരുതിയിരുന്നെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു തന്ന ചില കണക്കുകളും കാര്യങ്ങളും, ഒറ്റയ്ക്ക് പണിയെടുത്താൽ ജീവിതത്തിൽ വിജയിക്കില്ല എന്ന് പറഞ്ഞ് ജോലി ചെയ്യുന്നവരും അതേപോലെ ഈ അവസരം ഏറ്റെടുത്ത് വിജയിച്ചവരുടെ
താരതമ്യപ്പെടുത്തിയിട്ട് പറഞ്ഞു തന്ന കുറേ കാര്യങ്ങൾ ഞാൻ എത്ര ശ്രദ്ധിക്കണ്ട എന്ന് കരുതി അവിടെ ഇരുന്നെങ്കിൽ പോലും ചില കാര്യങ്ങള് എന്റെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറി. അപ്പോഴാണ് സത്യത്തിൽ ഞാനും ചിന്തിക്കുന്നത്, ഞാൻ എത്ര വർഷമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, എന്റെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളൊരു കാര്യം ചിന്തിക്കുന്നത് ആ സമയത്താണ്. നമ്മളെല്ലാവരും ലൈഫിൽ പലതും ചെയ്യാറുണ്ട്, പലതും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാറില്ല, ഞാൻ ഇത്രയും കാലം ചെയ്തിട്ട് ഞാൻ എന്ത് നേടി എന്നൊരിക്കലും നമ്മൾ തിരിച്ച് ചിന്തിക്കാറില്ല. ഇങ്ങനെ ജീവിച്ചു പോവും. അപ്പൊ അതേപോലെ ഞാൻ അവിടുന്ന് ചിന്തിച്ച സമയത്താണ് എനിക്കും മനസ്സിലായത്. കാരണം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, അതാത് സമയങ്ങളിൽ ജീവിച്ചു പോകുന്നുണ്ട്, അതാത് സമയങ്ങളിലുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ സേവിങ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ 0 ആണ്. അപ്പൊ ഒരു ജോലി ചെയ്തിട്ട് ഒരാൾക്ക് സമ്പാദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഒരു പക്ഷെ അന്ന് അവിടെ നിന്നും എനിക്ക് ലഭിച്ചത്. അവിടെ നിന്ന് ആ ചുരം ഇറങ്ങുന്ന സമയത്ത് സത്യത്തിൽ പോയ ഞാനല്ലായിരുന്നു. കാരണം ചിന്തിച്ചോണ്ടേയിരുന്നു, കാരണം ഇനിയും ഞാൻ എത്ര വർഷം ജോലി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് ശേഷം ഈ ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് ശേഷം എന്റെ ജോലി എന്റെ അടുത്ത തലമുറയിലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ കുഞ്ഞുങ്ങളോ ആരും ആയിക്കോട്ടെ, അവർ എന്റെ മേഖല തന്നെ പഠിച്ചോളണം ഒരു നിർബന്ധവും ഇല്ല. അതേ മേഖലയിൽ എന്റെ ജോലി അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധ്യതയില്ല. അപ്പൊ എന്റെ ഒരു വരുമാനം, അല്ലെ എന്നിലൂടെ കുടുംബത്തിലെത്തുന്ന വരുമാനം ഞാനില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്റെ തൊണ്ടയ്ക്ക് ഒരു ടീച്ചിങ് പ്രൊഫഷൻ ആകുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ എന്റെ തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പോലും അത് അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. അതിനുശേഷം എന്ത് എന്നുള്ള ഒരു കാര്യമൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് ആ ഒരു പ്രോഗ്രാമിലാണ്. നമുക്ക് ഏറ്റവും നല്ലൊരു ഫെസിലിറ്റി ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോമിനേഷൻ ഫെസിലിറ്റി. നമ്മൾ ഈ ഒരു ബിസിനസിനെ ബിൽഡ് ചെയ്ത് നല്ലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭൂമിയിൽ നിന്നും വിടവാങ്ങുകയാണെങ്കിൽ പോലും അതേ സിസ്റ്റം നമ്മുടെ നോമിനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനം, അത് 3 തലമുറയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഈ ഒരു കമ്പനിക്ക് ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഒരു പക്ഷേ ഈ ഒരു ബിസിനസ്സിൽ എന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നിങ്ങളിൽ പലരും ആ ഒരു നോമിനേഷൻ ഫെസിലിറ്റി കേട്ടിട്ട് വന്നവരുണ്ടാവാം. പലരും പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ബിസിനസ്സിൽ വരുന്നതെങ്കിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തത് അത് തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു തീരുമാനം എടുത്തു, ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കണം എന്നുള്ളത്. അങ്ങനെ പേരും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത്, എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഒരു ID ക്രിയേറ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തപ്പോ എനിക്കും കിട്ടിയ ഒരു 10 ലൈസൻസ്. ആ ഒരു 10 ലൈസൻസ് കിട്ടിയ സമയത്ത് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ചു. ഒരുപക്ഷെ ഈ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് ശക്തമായിട്ട് വരുന്നതിന് തൊട്ട് മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഈ ഒരു കമ്പനി മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്ത വ്യക്തിയാണ്. അത് ഈ കമ്പനി ആണെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, നല്ല ആശുപത്രിമാർക്ക് കിട്ടിയ പ്രോഡക്റ്റ് ആണെന്നോ എന്നും അറിഞ്ഞിട്ടല്ല. പീരിയഡ് സംബന്ധമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് ഉമ്മൻ കമ്പാനിയൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഇതേ അവസരം ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു ചേച്ചി എനിക്ക് തന്നിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയതാണ്. അതേപോലെ റേഡിയൻ ഗ്ലോ ഫേസ് വാഷ്, അത് നമ്മൾ കിട്ടാഞ്ഞിട്ട് ഓൺലൈനിൽ വരെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്ത സമയങ്ങളുണ്ട് ആ സമയത്ത്. കാരണം ആ ഒരു ഫേസ് വാഷ് ഒക്കെ അത്രയ്ക്കും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഉപയോഗിച്ചിട്ട്. അപ്പൊ അങ്ങനെ പ്രോഡക്റ്റ് വീണ്ടും എന്റെ അടുത്ത് വന്ന് ഇവർ പരിചയപ്പെടുത്തുമ്പോഴാണ് ഇതിന്റെ പാക്കിംഗ് കണ്ട സമയത്ത് ഞാൻ ഉപയോഗിച്ച ഉൽപ്പന്നങ്ങളാണ് എന്ന് എനിക്ക് ബോധ്യം വന്നത്. അപ്പൊ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഉൽപ്പന്നങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ്, കാരണം എനിക്ക് നല്ല റിസൾട്ട് തന്നതാണ് എന്നുള്ള ആ സംഭവം വന്നപ്പം ഉൽപ്പന്നങ്ങൾ സ്വയം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ലീഡേഴ്സ് ഒക്കെ വന്നിട്ട് പറയാം, എന്താ നിങ്ങൾക്ക് ആവശ്യം, അല്ലെങ്കിൽ കമ്പനി പോലും പറയുന്നത് സ്വയം ഉപയോഗിക്കൂ, എന്നിട്ട് നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യൂ എന്ന് തന്നെയാണ്. പക്ഷെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. കാരണം ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ബൈ പ്രൊഫഷൻ ടീച്ചിങ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖലയോട് യാതൊരുവിധ ബന്ധവുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു സോപ്പ് വേണോ, അല്ലെങ്കിൽ ഒരു പേസ്റ്റ് വേണോ, അല്ലെങ്കിൽ ഞാൻ ഇത് ആരോട് ചെന്ന് ചോദിക്കും, അങ്ങനെയുള്ള ഒരുപാട് ആശങ്കകൾ എന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് ഞാൻ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം സ്വയം ഉപയോഗിക്കാനുള്ള പ്രൊഡക്റ്റ് എടുത്ത സമയത്ത് ലീഡേഴ്സ്, നമുക്കറിയാം, നമുക്ക് കൂടി ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകത നമ്മളോടൊപ്പം നിൽക്കാൻ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. അവരെന്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്കിത് കൊടുക്കാൻ ഒരാളില്ല, എനിക്ക് കൊടുക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, നിങ്ങൾ ഉപയോഗിച്ച കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടല്ലോ, അതിന് റിസൾട്ട് ഇല്ലേ, അതുപോലത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേര് സമൂഹത്തിൽ ഉണ്ടാവില്ലേ, നിങ്ങളോട് പറയാറില്ലേ പല പ്രശ്നങ്ങളിലും, അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ സാധിക്കില്ലേ എന്ന് ചോദിച്ച സമയത്താണ് എങ്ങനെയാണ് ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ശൃംഖല, ഒരു പറ്റം ആളുകളെ നമ്മൾ കണ്ടെത്തേണ്ടതെന്നും മനസ്സിലായി. അങ്ങനെ നിരന്തരം ട്രെയിനിങ്ങുകൾ മുടങ്ങാതെ അറ്റൻഡ് ചെയ്ത സമയത്താണ് ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് കിട്ടിയത്. കാരണം അന്ന് ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റിയ ഒരു മാർഗമാണ് എന്ന് ബോധ്യപ്പെട്ട സമയത്ത്
ഒറ്റ കാര്യം തീരുമാനിച്ചിട്ടുള്ളൂ, എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കണം. കാരണം എനിക്ക് അറിവില്ലാത്ത മേഖലയാണ്. അറിവില്ലാത്ത മേഖലയിൽ നമ്മൾ ശോഭിക്കണമെങ്കിൽ ആ മേഖലയെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് ഉണ്ടാക്കിയെടുക്കണം. ആ അറിവ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, എവിടെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടോ, എവിടെ മീറ്റിംഗ് പ്രോഗ്രാംസ് ഉണ്ടോ, അവിടെ നമ്മൾ നിരന്തരം അറ്റൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ തുടക്കക്കാരി എന്ന നിലയിൽ അന്നൊന്നും ഒരാൾ പോലും കൂടെ വരാൻ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും കോഴിക്കോട് പ്രോഗ്രാംസ് കുറവായിരുന്നു. അന്ന് പ്രോഗ്രാം ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് കണ്ണൂര്, വയനാട് ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ ആ രീതിയിൽ അന്ന് ഒറ്റക്കാണെങ്കിലും അവിടെ എല്ലാം പോയിട്ട് ട്രെയിനിങ്ങും പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അറ്റൻഡ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന ഒരു റാങ്കിൽ എത്തി നിൽക്കുന്നത്. തുടക്കക്കാരി എന്ന നിലയ്ക്ക് അന്ന് എനിക്കും ആശങ്കയുണ്ടായിരുന്നു. നളന്തയില് GTS-ലൊക്കെ വരുന്ന സമയത്ത്, കമ്പനി GTS സെന്ററുകളിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ആ വേദിയിലൊക്കെ എനിക്ക് കയറാൻ പറ്റുമോ, അവരെ പോലെയൊക്കെ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ട് ആ ഒരു വേദിയിലേക്ക് റാങ്ക് അച്ചീവർ ആയിട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ച് ഒരുപാട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ പലതവണ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒന്നും ആ ഒരാൾ പോലും സ്റ്റാർട്ട് ചെയ്യാതിരുന്ന സമയത്തും ഒറ്റയ്ക്ക് ആ പ്രോഗ്രാമുകൾ ഒരുപാട് തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അറ്റൻഡ് ചെയ്തു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് രണ്ടുപേരും എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറായത് പോലും. കാരണം ഒരു വ്യക്തിയോട് ഈ അവസരം എങ്ങനെ പറയണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രോഗ്രാമുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യുമ്പോഴാണ്. അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയോട് നമുക്ക് കിട്ടുന്ന ബിലീഫ്, അതും പ്രോഗ്രാമുകൾ നിരന്തരം അറ്റൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അപ്പൊ എന്നാണ് നമ്മുടെ കൂടെ ഒരു വ്യക്തി വരിക എന്ന് ചോദിച്ചാൽ, നമ്മൾ എന്നാണോ കൃത്യമായിട്ട് ഈ ഒരു ബിസിനസിനെ പഠിക്കുക, മനസ്സിലാക്കുക, അന്നാണ് നമുക്ക് ഒരു വ്യക്തിയെങ്കിലും സ്റ്റാർട്ട് ചെയ്യിക്കാൻ സാധിക്കുക. നമ്മൾ അറിയാതെ പറയുന്ന ബിസിനസ് പല കണക്ഷൻസും നമ്മളിലേക്ക് എത്താൻ കാരണമാവില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് അവസരങ്ങൾ പറയാൻ ശ്രമിക്കുക. അപ്പൊ ഏതായാലും അങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ ഒരു ടീം കോർഡിനേറ്റർ ആവാം എന്നുള്ള ചിന്തയായിരുന്നു അടുത്തത്. അതുവരെ എത്തിയത് ചെറിയ ചെറിയ കോൺടെസ്റ്റുകൾ. നമുക്കിപ്പോ ടീം ലെവലിലൊക്കെ ഒരുപാട് കോൺടെസ്റ്റുകൾ വയ്ക്കാറുണ്ട്. അപ്പം പലരും ഇപ്പം വരുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, പുതിയ വ്യക്തികളായിക്കോട്ടെ, എല്ലാവരും ചിന്തിക്കും, വലിയ വലിയ റാങ്കിലുള്ള ആളുകളെ കാണുമ്പോൾ ഇവർക്കൊക്കെ പറ്റും, പക്ഷെ ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. പക്ഷെ ഒരിക്കലും അല്ല. അവരെന്താണോ ചെയ്തത് അത് നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ മതി. എന്നെ സംബന്ധിച്ച് എനിക്ക് അച്ചീവർ ആവാൻ സാധിച്ചത് ലീഡേഴ്സ് പറയുന്നത് പോലെ ഓരോ കോൺടെസ്റ്റ് വെക്കുമ്പോഴും ഉള്ളിലൊരു വാശിയായിരുന്നു. കാരണം ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ വാശി വേണമെന്ന് പറയുന്ന കണക്കെ ഓരോ കോൺടെസ്റ്റ് വെക്കുമ്പോഴും അത് ആദ്യം അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു വാശി ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ട്രിപ്പുകളായിക്കോട്ടെ, അങ്ങനെയുള്ള കോൺടെസ്റ്റുകളൊക്കെ ടീം ലെവലിലൊക്കെ വെക്കുമ്പോൾ തുടക്കത്തില് അത് ഫസ്റ്റ് അച്ചീവർ ആയിട്ട് ഞാൻ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ അച്ചീവ് ചെയ്ത സമയത്ത് തുടക്കകാലത്ത് ഡബിൾ പെർഫോമൻസ്, 2 മാസം കണ്ടിന്യൂസ് പെർഫോമൻസ് അടിച്ചുകൊണ്ട് തന്നെയാണ് ടീം കോർഡിനേറ്റർ ആയത്. അപ്പൊ ആ ഒരു ടീം കോർഡിനേറ്റർ ആയി ആ ഒരു വേദിയിലൊക്കെ കയറുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് എന്താ പറയാ, നമ്മൾ ഉള്ളു നിറയുന്ന ഒരു സന്തോഷം. നമ്മൾ അധ്വാനിച്ച് നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് ഉയർച്ച ഉണ്ടാവുന്ന സമയത്ത് ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് എന്നെ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യം, ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാക്കിയിട്ട നേട്ടങ്ങളാണ്. നേട്ടങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ട്. ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്തും ആഗ്രഹങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ ആ ആഗ്രഹങ്ങള് എപ്പോഴും നമ്മള് എന്താ പറയാ, നമ്മുടെ മറ്റുള്ള പ്രയോറിറ്റിക്ക് അനുസരിച്ച്, ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ആഗ്രഹങ്ങളെ മാറ്റാറുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് എന്റെ ഉള്ളിലുണ്ടായിരുന്ന അതിയായ ആഗ്രഹമാണ് ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുക. കാരണം ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ടീച്ചർ ആയതുകൊണ്ട് തന്നെ ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷെ ആ ഓരോ മാസവും വിചാരിക്കും അടുത്ത മാസം വാങ്ങിക്കാം. പക്ഷെ ആ ഒരു മാസം നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്ത് എമർജൻസി ആയിട്ടുള്ള ആവശ്യങ്ങൾ വരുമ്പം ആഗ്രഹങ്ങൾ നമ്മുടെ മാത്രമല്ലേ എന്ന് കരുതി നമ്മൾ ആഗ്രഹങ്ങളെ കുഴിച്ചു മൂടും. ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കാറാണ് പതിവ്. അതേപോലെ മാസങ്ങൾ കഴിഞ്ഞു പോയ സമയത്ത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് എൻ്റെ അടുത്ത് ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഞാൻ ഒറ്റ കാര്യമാണ് ആദ്യം എഴുതിയത്, ലാപ്ടോപ്പ്. കാരണം ഞാൻ എന്നും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു ബിസിനസ്സിലെങ്കിലും അതെനിക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയത്തോടു കൂടെ തന്നെയാണ് ഞാൻ അത് എഴുതി വെച്ചത്. പക്ഷെ എഴുതുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് അതിനൊരു ഡേറ്റ് കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും ലക്ഷ്യങ്ങൾക്ക് ഒരു ഡെഡ് ലൈൻ ഉണ്ടെങ്കിലേ നമ്മളത് പൂർത്തീകരിക്കുള്ളൂ. അതേപോലെ ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്തും ഞാനൊരു ഡെഡ് ലൈൻ ഇട്ട് വെച്ചു. ഈ ഒരു ബിസിനസിന്റെ പ്രത്യേകതകൾ കൊണ്ടാവാം, നമ്മുടെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് കൊണ്ടാവാം, നമ്മുടെ പ്രവൃത്തി കൊണ്ടാവാം, എന്തായാലും ആ കുറിച്ചു വെച്ച ഡേറ്റിന് മുന്നേ തന്നെ, ഒരാഴ്ച മുന്നേ തന്നെ
എത്രയോ മാസങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ലാപ്ടോപ്പ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ റീറ്റെയിൽ വരുമാനത്തിലൂടെയും അക്കൗണ്ടിലൂടെ കിട്ടിയിട്ടുള്ള വരുമാനത്തിലൂടെയും വാങ്ങിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 40,000 രൂപയോളം വില വരുന്ന ലാപ്ടോപ്പ്. അതായിരുന്നു ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള എന്റെ ആദ്യ അച്ചീവ്മെന്റ്. അപ്പൊ ആ ഒരു സംഭവം എത്രയോ നാളുകളായിട്ട് ആഗ്രഹിച്ച ഒരു ഇത് ലാപ്ടോപ്പ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ വാങ്ങിച്ചെടുക്കാൻ പറ്റിയപ്പം എന്റെ കോൺഫിഡൻസ് വർദ്ധിച്ചു. കാരണം നമ്മൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ലക്ഷ്യം വെച്ചാൽ എന്തും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമുണ്ടായത് അത് നേടിയെടുത്തപ്പോഴാണ്. അങ്ങനെ പിന്നീട് ചെറിയ ചെറിയ ഗോളുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. അതിനേക്കാൾ അപ്പുറത്ത് എന്നെ വലിയ സന്തോഷം തരുന്ന ഒരു കാര്യം, എന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു പറ്റം ആളുകളുടെ, നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്ത ഒരുപാട് ആളുകളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള വരുമാനവും നമ്മൾ വാങ്ങിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ നമ്മളൊരു കാരണക്കാരാവുന്നുണ്ട്. അതേപോലെ തന്നെ പലരുടെയും ആരോഗ്യം വീണ്ടെടുക്കാനും നിലവിലെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോവാനും നമ്മളുടെ അറിവ് അവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ആരോഗ്യവും പണവും സമ്പാദിക്കാൻ നമ്മൾ ഒരു നിമിത്തമാവുന്നു എന്നുള്ളതും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യമാണ്. ഒരു മഹത്തായിട്ടുള്ള അവസരം തന്നെയാണ് നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഓരോ ലക്ഷ്യങ്ങൾ വെച്ച് പിന്നീട് ഓരോ റാങ്ക് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. എന്തായാലും ഇപ്പൊ എത്തി നിൽക്കുന്ന സമയത്ത് എനിക്ക് വളരെ അഭിമാനത്തോടുകൂടെ നിങ്ങളോട് പറയാൻ സാധിക്കും, ഇന്ന് ഈ ഒരു സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന് പറയുന്ന റാങ്കില് ഇന്ന് ഒരു സാധാരണ ലേഡിയായിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഒരുപക്ഷെ ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയെ കുറിച്ചോ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ കുറിച്ചോ ഒരു മുൻധാരണയോ മുൻ അറിവോ ഇല്ലാതെ കടന്നു വരികയും കടന്നു വന്നതിന് ശേഷം പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനും തയ്യാറായതിന്റെ ഭാഗമായിട്ട് ഒരു 4 വീലറോ അല്ലെങ്കിൽ ഒരു 2 വീലറോ, 2 വീലർ ഇല്ലായിരുന്നു, പക്ഷെ എന്താ പറയാ 4 വീലറിന്റെ ബ്രാൻഡ് പോലും സത്യത്തിൽ എനിക്കറിയില്ല. കാരണം ഇത് എന്ന് വാങ്ങിക്കും അല്ലെങ്കിൽ ഇത് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കാതിരുന്ന ഞാനാണ് ആ ഒരു ലേഡി ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന് ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പം ഏകദേശം 10 ലക്ഷം വില വരുന്ന ടാറ്റ ടിയാഗോ EV കാർ സ്വന്തമാക്കിയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ പോലെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ആ ഒരു വെഹിക്കിൾ വാങ്ങിക്കുക അല്ലെങ്കിൽ അത് ഓടിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞാല് അത് വലിയ കാര്യം തന്നെയാണ്. നമ്മളെ ഉള്ളിലെ എന്താ പറയാ ആത്മവിശ്വാസത്തെ അത്രത്തോളം ഉയർത്താൻ മറ്റൊന്നിനും, ഒരുപക്ഷെ ലേഡീസിനൊക്കെ ഒരുപാട് പേർക്ക് ആശങ്കകൾ, നമ്മൾ പലരും പറയാറുണ്ട് ഒരു മൊബൈൽ ഫോൺ പോലും ഒരു ലേഡിക്ക് കിട്ടണമെങ്കിൽ ചിലപ്പം ഒരു സെക്കൻഡ് ഹാൻഡോ, ഇപ്പോഴത്തെ അല്ല കുറച്ച് മുന്നേ ഉള്ള സമയത്തൊക്കെ നമുക്കറിയാം ആരെങ്കിലും ഉപയോഗിച്ചിട്ട് അത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നമുക്കത് തന്നിട്ട് അവർ പുതിയത് വാങ്ങിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഒന്നുകിൽ അച്ഛന്റെ ആവാം, അല്ലെങ്കിൽ വീട്ടിലുള്ള സഹോദരങ്ങളുടെ ആവാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ ആവാം. അവരുപയോഗിക്കുന്ന മൊബൈൽ ഫോണ് അവർക്ക് മാറ്റണം എന്ന് തോന്നുമ്പോൾ ആ ഉപയോഗിച്ച ഫോൺ നമുക്ക് തരികയും അവർ പുതിയത് വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് പല വീടുകളിലും കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഈ ഒരു അവസരത്തിലേക്ക് കടന്നു വരുമ്പം മൊബൈൽ ഫോണിന്റെ ബ്രാൻഡ് ഏത് തന്നെ ആയിക്കോട്ടെ അത് വാങ്ങിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള എന്താ പറയാ ഉറച്ച തീരുമാനത്തോടുകൂടെ നമുക്കൊന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അത് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കരുത്ത് തന്നിട്ടുള്ളത് ഈ ഒരു ബിസിനസ് തന്നെയാണ്. അത് തന്നെയാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നതും. ഒരുപക്ഷെ എന്താഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് നമ്മളുടെ ഇൻകത്തെ മാറ്റാനും ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും സഹായിക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതില് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ന് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കമ്പനിയാണ്, ഏഷ്യയിലെ നമ്പർ 1 കമ്പനികളിലൊന്നാവാൻ പോകുന്നു. നമുക്കറിയാം ഒട്ടനവധി പ്രോഡക്റ്റുകൾ നമ്മുടെ സമൂഹത്തിലെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നമ്മുടെ കൈകളിലേക്ക് കമ്പനി തന്നിട്ടുണ്ട്, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നമ്മുടെ കൈകളിലേക്ക് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീട് വൃത്തിയാക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ഉൽപ്പന്നങ്ങൾ തന്നിട്ടുണ്ട്. നല്ല പച്ചക്കറികൾ കഴിക്കാനുള്ള ആഗ്രോ പ്രൊഡക്ട്സും നമ്മുടെ കൈകളിലേക്ക് കമ്പനി തന്നിട്ടുണ്ട്. ഒരു അല്ലെങ്കിൽ ഒരു പ്രകൃതിയെ സംരക്ഷിക്കാൻ പോലും ഉള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് കുഞ്ഞിറങ്ങിയ കമ്പനിയാണ്. അപ്പൊ ആ കമ്പനിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാവുക. ഈ ഒരു മേഖലയെ വെല്ലുന്ന മറ്റൊരു മേഖല ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. പല രാജ്യങ്ങളിലും പരീക്ഷിച്ച് തെളിഞ്ഞിട്ടുള്ള ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. നമുക്ക് അഭിമാനിക്കാം, ഇന്ത്യയിൽ തുടങ്ങിയതേ ഉള്ളൂ, നമ്മൾ തുടക്കക്കാരാണ്.
കേരളത്തിൽ ഇപ്പം ജസ്റ്റ് നിയമം വന്നു, ശക്തമായിട്ട് എല്ലാവരും ഏറ്റെടുക്കാൻ പോകുന്നതേ ഉള്ളൂ. ആ തുടക്കത്തിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇനിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണ് എന്ന് പ്രൂവ് ചെയ്യാൻ കിടക്കുന്നത്. അപ്പൊ ആ പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എല്ലാവരും ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രി പോസിറ്റീവ് ആകുമ്പോഴേക്ക് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്ത് ഉയരങ്ങളിലേക്ക് എത്താൻ അവസരം ഇവിടെ നമുക്ക് മുന്നിലുണ്ട്. അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവുക, കൃത്യമായിട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക. നമുക്കറിയാത്ത മേഖല ആയതുകൊണ്ട് തന്നെ അറിവുള്ളവർ പറയുമ്പോൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം മറ്റു പലതിലും നമ്മൾ പുലിയായിരിക്കാം. നമ്മളിപ്പോ എപ്പോഴും പറയുന്നത് പോലെ ഒരു സാമ്പാർ വെക്കണമെങ്കിൽ പോലും കൃത്യമായിട്ടുള്ള അറിവുണ്ടെങ്കിലേ ആ ഒരു കറി കൃത്യമായിട്ട് നല്ല രുചിയിൽ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതറിയാത്തവർ കറി വെക്കുന്ന സമയത്ത് ഒന്നുകിൽ ഉപ്പ് കൂടാം, അല്ലെങ്കിൽ എരിവ് കൂടാം, ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് പോയേക്കാം. പക്ഷെ അതുപോലും കൃത്യമായിട്ട് പഠിച്ചിട്ട് ചെയ്യേണ്ട കാലഘട്ടത്തിലാണ്. അപ്പൊ അതുപോലെ തന്നെ മൈലേജ് സ്റ്റൈലും പഠിച്ചിട്ട് ചെയ്യാം, പഠിച്ചുകൊണ്ട് ചെയ്യാം. പഠിച്ചിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ചെറിയ അറിവുണ്ടാക്കിക്കൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്തുകൊണ്ട് പഠിക്കുക. അപ്ഡേഷൻസ് ഒരുപാട് കമ്പനി കൊണ്ടുവരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ അപ്ഡേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നിലവിൽ നമ്മൾ 9ഓളം ബെനിഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം 10ഓളം ബെനിഫിറ്റിലേക്ക് കമ്പനി വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് എന്ന് MD എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു സാധാരണക്കാരനെ ഏതൊക്കെ തലത്തിൽ ഉയർത്തിയെടുക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം തരാൻ കമ്പനി തയ്യാറാണ്. ആ കമ്പനി തരുന്ന എല്ലാ ബെനിഫിറ്റ്സും വാങ്ങിച്ചെടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പം TDF ടീം ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറയുന്ന സോണൽ ടീം കോർഡിനേറ്റർ അബു ലീഡേഴ്സിന് ഒരു ഇയർലി ഇൻകം കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കൊടുക്കാൻ കമ്പനി തയ്യാറാണെങ്കിൽ അത് വാങ്ങിച്ചെടുക്കാൻ ചെറിയ ടാർഗറ്റ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു തുകയാണ് ഒരു വർഷത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഏതായാലും നിങ്ങൾക്ക് മുന്നിലിരിക്കുമ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കമ്പനി തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ആ ടാർഗറ്റ് 2 വീക്കിലും അച്ചീവ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ ഇരിക്കുന്നത് എന്റെ റാങ്കില്. അപ്പം അതേപോലെ എല്ലാ ടാർഗറ്റുകളും ഓരോ കാര്യങ്ങളും വെക്കുന്ന സമയത്ത് അത് ഞാൻ ഏറ്റെടുക്കും, എനിക്ക് വേണ്ടിയാണ്, ഇത് എന്റെ ബിസിനസ് ആണ് എന്ന് സ്വയം തിരിച്ചറിയുമ്പോഴാണ് ബിസിനസ്സിൽ നമ്മൾ ഗ്രോത്ത് ഉണ്ടാക്കുന്നത്. പലരും ചിന്തിക്കുക, എന്നെ കൊണ്ടുവന്നത് അവരല്ലേ, എന്നെ കൊണ്ടുവന്നത് അവരല്ലേ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്, അവരല്ലേ എന്നെ സക്സസ് ആക്കേണ്ടത് എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട. കാരണം നമ്മൾ സക്സസ് ആയ 1 രൂപ പോലും ആർക്കും കൊടുക്കുന്നില്ല. കമ്പനി നമ്മുടെ അക്കൗണ്ടിലേക്കാണ് പണം തരുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടത്, എനിക്ക് സക്സസ് ആണെങ്കിൽ എന്റെ കൂടെ വന്നവനെ സക്സസ് ആക്കണം. ഒരിക്കലും മുകളിലേക്ക് നോക്കരുത്. മുകളിലുള്ള ആള് അല്ലെങ്കിൽ അപ്ലൈൻസ് നമുക്ക് അവസരം തന്നു, നമ്മളെ പഠിപ്പിക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് അറിവ് തരാനുള്ള പ്ലാറ്റ്ഫോം അവർ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ആ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കൂടെ വന്നവരെ വിജയിപ്പിക്കാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, കൂടെ വന്ന ആളുകൾ വിജയിക്കുന്നതോടൊപ്പം തന്നെ നമുക്കും വിജയിക്കാൻ പറ്റുന്ന ഒരവസരത്തിലാണ് നമ്മൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. അപ്പൊ കൂടെ വന്നവരെ കൂടപ്പിറപ്പിനെ പോലെ കണ്ടുകൊണ്ട് അവരുടെ കൈ പിടിച്ചുകൊണ്ട് അവരുടെ അക്കൗണ്ടിൽ 1000 രൂപ വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ എന്റെ അക്കൗണ്ടിലേക്ക് അത് 2000 ആയിട്ട് ലഭിക്കും എന്നുള്ളൊരു തിരിച്ചറിവോടുകൂടെ കൂടെ വന്നവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമ്മൾ നോക്കേണ്ടതേ ഇല്ല, അതിൽ കൃത്യമായിട്ട് വരുമാനം എത്തിയിട്ടുണ്ടാവും. അതാണ് ഈ ഒരു കമ്പനിയുടെ ഇൻകം പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുക. ഇത് എന്റെ ബിസിനസ് ആണ് എന്ന് സ്വയം തിരിച്ചറിയുക. കാരണം ഇവിടെ നമ്മൾ വിജയിപ്പിക്കേണ്ടത് മറ്റാരുടെയും ആവശ്യമല്ല, നമ്മൾ വിജയിക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. അതുകൊണ്ട് ശക്തമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുക. അതേപോലെ ടീം ബിൽഡിങ്, ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. അങ്ങനെയൊക്കെ പഠിച്ചു മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടും പഠിച്ച കാര്യങ്ങൾ കൂടെ വന്നവരെ പഠിപ്പിക്കാൻ തയ്യാറായത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു റാങ്കിൽ എത്തി നിൽക്കാൻ എന്നെ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ളത്. ഏതായാലും അതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ ഒരു ബിസിനസ്സിൽ നമുക്കറിയാം, ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിലവിലുള്ള നമ്മുടെ അറിവ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ മറ്റേതൊരു മേഖലയിൽ നിന്ന് കടന്നു വന്നവരാണെങ്കിലും ആ മേഖലയെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിവുണ്ടാവാം. പക്ഷെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ മേഖലയെ കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടാക്കുക. ആ അറിവുണ്ടാക്കിയതിനു ശേഷം ആ അറിവ് നമ്മൾ ഫീൽഡിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുമ്പോഴാണ് ശക്തമായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതേപോലെ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഈ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സിസ്റ്റത്തെ നിലനിർത്തുന്നത് നമ്മുടെ കാറിന്റെ 4 ടയർ പോലെ 4 4R എന്ന് പറയുന്ന ആ ഒരു 4 ആറുകളാണ്.
നിങ്ങൾ എല്ലാവരും ട്രെയിനിങ് പ്രോഗ്രാമിലൊക്കെ കേട്ട കാര്യം തന്നെയാണ്. പക്ഷെ വീണ്ടും ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ ബിസിനസ് നിലനിൽക്കണമെങ്കിൽ, ഈ ഒരു നമ്മുടെ സിസ്റ്റം കൃത്യമായിട്ട് റൺ ചെയ്യണമെങ്കിൽ 4R എന്ന് പറയുന്ന ഒരു സിസ്റ്റം നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. നമുക്കറിയാം, ഒന്ന് റീപർച്ചേസ് ആണ്. ഒരുപക്ഷെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തി ഒരിക്കൽ ഉൽപ്പന്നം വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ സ്വയം ഉപയോഗിക്കാനുള്ള ഉൽപ്പന്നമാണ് ആദ്യം വാങ്ങിച്ചത്. പക്ഷെ അത് വാങ്ങിച്ചപ്പോഴാണ്, ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഇത് ഞാൻ വിചാരിച്ചതുപോലെ ചെറിയൊരു അവസരമല്ല, മഹത്തായിട്ടുള്ളൊരു ലോകം മുഴുവൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ്. അതിനെ ചെറിയ രീതിയിലല്ല ഞാൻ കാണേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞപ്പം, സത്യം പറഞ്ഞാൽ 1 രൂപ പോലും സേവിങ്സ് ഇല്ലാതിരുന്ന ഞാൻ കടം വാങ്ങിച്ചിട്ടാണ് 50,000 രൂപയോളം പ്രോഡക്റ്റ് എടുത്തിട്ടാണ് പിന്നീട് ഈ ബിസിനസ് ശക്തമായിട്ട് ഏറ്റെടുക്കുന്നത്. അതേ ഒരു സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ അന്നും ഇന്നും, ഒരുപക്ഷെ ഇന്നൊക്കെ 1 ലക്ഷത്തിന് മുകളിൽ സ്റ്റോക്ക് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഒരു ബിസിനസ്, ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, അത് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് പ്രോഡക്ട്സ് തന്നെയാണ്. മാർക്കറ്റിംഗ് ആണോ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു സ്റ്റോക്ക് പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെ ടീമിനെ ഫാസ്റ്റ് ആയിട്ട് വളർത്താനും, നമ്മുടെ ബിസിനസ് ഫാസ്റ്റ് ആയിട്ട് മറ്റുള്ളവരിലേക്ക് എത്താനും, നമ്മുടെ പ്രോഡക്ട്സ് കൂടുതൽ ആളുകളിലേക്ക് എത്താനും, അല്ലെങ്കിൽ ഒരു കസ്റ്റമറെ നിലനിർത്താനും നമ്മുടെ കൈകളിൽ എപ്പോഴും പ്രോഡക്റ്റിന്റെ ഒരു സ്റ്റോക്ക് ഉണ്ടാവണം. അത് റീപർച്ചേസിലൂടെ നമ്മളത് നിലനിർത്തി തന്നെ വേണം. ഒരിക്കൽ ഞാൻ പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ട്, അതോടുകൂടെ എന്റെ ബിസിനസ് അവസാനിച്ചു എന്ന് ആരും കരുതരുത്. നമ്മൾ റീപർച്ചേസ് ചെയ്യുകയും നമ്മളെ ടീമിനെ റീപർച്ചേസ് ഒരു ശീലമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പൊ കമ്പനി പോലും നമുക്കറിയാം റീപർച്ചേസ് ചാലഞ്ച് വെച്ചിട്ടുണ്ട്, പ്രോഡക്റ്റ് ചാമ്പ്യൻ എന്ന പേരില്. അപ്പം കമ്പനി പോലും പറയുന്നത് പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്യണം. നമുക്കറിയാം, ഒരു സാധാരണ വ്യക്തിക്ക് ഒരു മാസം ഉപയോഗിക്കാനുള്ള പ്രോഡക്റ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വരും 5000 രൂപയുടെ പ്രോഡക്റ്റ്. ഇത്രയും ക്വാളിറ്റിയുള്ള ഉൽപ്പന്നം നമ്മൾ സ്വയം ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നെങ്കിൽ പോലും നമുക്ക് മിനിമം ഏറ്റവും ചെറുത് ഒരു 5000 രൂപയെങ്കിലും ഒരു മാസം ചെലവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് റീപർച്ചേസിലൂടെ നമ്മളും നമ്മുടെ ടീമും റീപർച്ചേസ് ശീലമാക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂടെ 100 പേര് വന്ന് 100 പേരും റീപർച്ചേസ് ശീലമാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എവരി വീക്ക് ഇൻകം വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നമുക്ക് എല്ലാ പ്രോഡക്റ്റുകളും റീപർച്ചേസ് പ്രോഡക്റ്റുകളാണ്. അത് തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കുന്നതും. അതുകൊണ്ട് റീപർച്ചേസ് ഒരു ശീലമാക്കുക. അതേപോലെ തന്നെ റീപർച്ചേസ് ചെയ്യുന്ന സമയത്ത് റീറ്റെയിൽ, നമ്മളിൽ പലരും ചോദിക്കാറുണ്ട്, ഇത് വിൽക്കണോ? വിൽക്കാൻ മടിയുള്ളത് കൊണ്ട് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാത്ത പലരും ഉണ്ട്. പക്ഷെ ഇന്ന് ലോകം വലിയ രീതിയിലേക്ക് വളരുന്നുണ്ടെങ്കിൽ, ഒരു രാജ്യം വളരുന്നുണ്ടെങ്കിൽ, അവിടെയൊക്കെ വിൽപ്പന നടക്കുന്നത് കൊണ്ട് മാത്രമാണ്, കച്ചവടമാണ് ഇന്നൊരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ ഇന്ന് ഒരു മേഖലയിലും പിടിച്ചു നിൽക്കാൻ, നമുക്കറിയാം എന്തൊരു സാധനം ആയിക്കോട്ടെ, വഴിയോര കച്ചവടക്കാരാണെങ്കിലും അവിടെ ഒരു ചെറിയ ഉൽപ്പന്നം കൊണ്ടുവച്ചിട്ട് പോലും വിൽക്കുകയാണ് ചെയ്യുന്നത്. വീട്ടില് നട്ട് ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറി ഒരു തെരുവോരത്ത് വിറ്റഴിക്കുമ്പം അതിന്റെ ലാഭം കിട്ടുമ്പോഴാണ് ആ പച്ചക്കറി ഉണ്ടാക്കാനെടുത്ത എഫേർട്ടിന് ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ തന്നെ എന്തൊരു സാധനവും വിറ്റിട്ട് ഉണ്ടാക്കുന്ന ലാഭം കൊണ്ടാണ് സമൂഹം പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് കച്ചവടക്കാർ, നമ്മൾക്കും കയ്യിൽ കിട്ടിയിട്ടുള്ളത് നല്ല മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ്. അത് വിൽക്കാൻ നമ്മൾ തയ്യാറാവുക. കാരണം വിൽക്കുന്നത് നമ്മുടെ റീറ്റെയിൽ പ്രോഫിറ്റ് കണ്ടുകൊണ്ട് മാത്രമാവരുത്. കാരണം ഈ ഉൽപ്പന്നങ്ങൾ പരസ്യങ്ങളില്ലാത്ത ഉൽപ്പന്നങ്ങളാണ്. ഇത് ആളുകൾക്ക് അറിയില്ല. ആളുകൾക്ക് ഈ ഒരു ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ ഏരിയയിലുള്ള ആളുകൾക്കും നമ്മളെ സർക്കിളിലുള്ള ആളുകൾക്കും ഈ ഉൽപ്പന്നത്തെ കുറിച്ചൊരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കുകയും അതിനെക്കുറിച്ചുള്ള നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് അവരിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈ ഉൽപ്പന്നത്തെ കുറിച്ച് പുറമെയുള്ള ആളുകൾ അറിയുന്നത്. അതുകൊണ്ട് നമ്മുടെ കൈകളിലുള്ള നല്ല ഉൽപ്പന്നങ്ങൾ, നല്ലൊരു പ്രതിരോധ ശേഷിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമ്മളെ കയ്യിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കും. അത് നമ്മൾക്ക് ആ അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ അറിവിനെ നമ്മൾ സമൂഹത്തിലേക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിച്ചു കൊണ്ടുകൊണ്ട് അവരുടെ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കുക. ആ ഉൽപ്പന്നങ്ങൾ നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ അത് ആളുകളിൽ എത്തുള്ളൂ. അവരിലൂടെ മാത്രമാണ്, ഒരുപക്ഷെ അവരിലൂടെ ആയിരിക്കും നമ്മുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യുക. അതുകൊണ്ട് അവരൊരു കസ്റ്റമർ ആയിട്ട് ഒരുപക്ഷെ കാലങ്ങളോടെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ ക്രിയേഷന് വേണ്ടിയിട്ട് റീറ്റെയിൽ കൃത്യമായിട്ട് ചെയ്യുക എന്ന് തന്നെയാണ് പറയുന്നത്. റീറ്റെയിൽ നടക്കുമ്പോൾ റീപർച്ചേസ് ഓട്ടോമാറ്റിക്കലി നടന്നോളും. അതേപോലെ അതിനപ്പുറത്താണ് ഒന്ന് റിക്രൂട്ട്മെന്റ്.
ഈ ഒരു ബിസിനസ് നമുക്കറിയാം പാസീവ് ഇൻകം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ നോമിനേഷൻ ഫെസിലിറ്റി നമുക്ക് ലഭിക്കണമെങ്കിൽ റിക്രൂട്ട്മെന്റ് മസ്റ്റ് ആണ്. ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണമെങ്കിൽ റിക്രൂട്ട്മെന്റ് മസ്റ്റ് ആണ്. നമ്മൾ ഏതൊരു മേഖല എടുത്തു നോക്കിയാലും എല്ലായിടത്തും റിക്രൂട്ട്മെന്റ് ഉണ്ട്. നമ്മൾ പത്രം എടുത്തു നോക്കിയ ദിവസം നമുക്ക് കാണാൻ സാധിക്കും. അതൊരു പോലീസ് സേന ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു ഗവൺമെന്റ് സെക്ടർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു മേഖല ആയിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ, അവിടെയൊക്കെ ഹയറിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് റിക്രൂട്ട്മെന്റിന് തയ്യാറായി നിൽക്കുന്ന പല കമ്പനികളിലെയും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയും അതുപോലെ തന്നെയാണ്. പക്ഷെ ഒറ്റ മാറ്റമേ ഉള്ളൂ. അവിടെയൊക്കെ നമ്മൾ റിക്രൂട്ട് ചെയ്യപ്പെടണമെങ്കിൽ പല മാനദണ്ഡങ്ങൾ ഉണ്ടാവാം. ചിലപ്പം അത് വയസ്സായിരിക്കാം, ചിലപ്പം ക്വാളിഫിക്കേഷൻ ആയിരിക്കാം, ചിലപ്പം എക്സ്പീരിയൻസ് ആയിരിക്കാം, പലതുമാവാം. പക്ഷെ ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരണമെങ്കിൽ 18 വയസ്സ് തികഞ്ഞാൽ മാത്രം മതി. നിലവിൽ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ കയറി വരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് അവസരം കൊടുക്കാൻ നമ്മളിലൂടെ സാധിക്കും. പല തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മളിലൂടെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളെ കയ്യിലുള്ള ഓപ്പർച്യൂണിറ്റിയുടെ മഹത്വം മനസ്സിലാക്കി പുതിയ ആളുകളിലേക്ക് ഒരു അവസരം എത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അങ്ങനെ റിക്രൂട്ട്മെന്റ് നടന്നെങ്കിൽ മാത്രമേ നമുക്കൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റിക്രൂട്ട്മെന്റ് നടന്നാൽ മാത്രം പോരാ. 4ാമത്തെ ആറായിട്ടുള്ള റീറ്റെയിനിങ് അത് കൃത്യമായിട്ട് നമ്മൾ ഇതേ പറ്റൂ. കാരണം ഒരു വ്യക്തിയെ കൊണ്ടുവന്നു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ സക്സസ് ആവില്ല. പക്ഷെ കൊണ്ടുവന്ന വ്യക്തികളെ നിലനിർത്തിയാൽ മാത്രമേ ഈ ഒരു അവസരത്തിലൂടെ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അവരെ നിലനിർത്താൻ കൃത്യമായിട്ടുള്ള പ്രോഗ്രാം, നമ്മൾ ഏതൊക്കെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അതേ പ്രോഗ്രാമുകൾ നമ്മൾ കൊണ്ടുവന്ന വ്യക്തികളെ കൂടെ അറ്റൻഡ് ചെയ്യിപ്പിക്കുമ്പോഴാണ്, നിരന്തരം അറ്റൻഡ് ചെയ്യിപ്പിക്കുമ്പോഴാണ് നമ്മളെ കൂടെ വന്ന വ്യക്തികളെ നമ്മളോടൊപ്പം നിലനിന്ന് നമ്മളെപ്പോലെ തന്നെ ഏറ്റെടുക്കുന്നവരായിട്ട് മാറണമെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ വന്ന ആളുകളെ നിലനിർത്താൻ കൂടെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് നമ്മൾ പാലിക്കുന്നുണ്ടെങ്കിൽ ആസ് എ പേഴ്സൺ നമുക്ക് പറയാൻ പറ്റും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ അല്ലെങ്കിൽ മൈലേജ് സ്റ്റൈൽ മാർക്കറ്റിംഗിലെ ഏറ്റവും നല്ലൊരു ലീഡറായിട്ട് മാറാൻ ഓരോരുത്തർക്കും സാധിക്കും. ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ചെറിയ കാര്യങ്ങളെ ഇവിടെ ചെയ്യേണ്ടതായിട്ടുള്ളൂ. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നടക്കുന്ന സമയത്ത് വൻമരങ്ങൾ തട്ടിയിട്ടല്ല ഒരാൾ വീഴുക. ചെറിയ എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വള്ളിയോ തട്ടിയ കാലിന് തടഞ്ഞാലാണ് നമ്മൾ കമന്നടിച്ച് വീഴുക എന്നുള്ളത്. അതേപോലെ ഇവിടെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും എന്താ പറയാ ചെയ്യേണ്ടതായിട്ടില്ല. അതുകൊണ്ട് ആ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് ചെയ്തു പോയി കഴിഞ്ഞാൽ, അതിനൊരു ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നല്ല രീതിയിൽ ഈ ഒരു ബിസിനസിനെ വളർത്താൻ സാധിക്കും. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ശീലമാണ് എന്തും നാളത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ളത്. ഒരു ഇലക്ട്രിസിറ്റി ബില്ല് നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ഏതാ എന്ന് നോക്കുന്ന വ്യക്തികളാണ് നമ്മൾ, അല്ലെ? ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഓരോ വ്യക്തികളുടെ അടുത്തും നിങ്ങൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ അത് അന്ന് തന്നെ അവര് പേ ചെയ്തിട്ടുണ്ടാവും. നാളെ അവർക്ക് അതിനുള്ള ടെൻഷൻ ഇല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പേ ചെയ്യാനുള്ള ക്യാഷ് നമ്മളെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ പോലും, ഒരു പക്ഷെ KSB ഓഫീസിന്റെ മുന്നിലൂടെ നമ്മൾ 10 തവണ പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ക്യാഷ് പേ ചെയ്യില്ല. കാരണം നമ്മളെ ഉള്ളിൽ ഒരു ഡേറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഫീസ് ഊരാൻ വരുന്ന ആ ഒരു ലാസ്റ്റ് ഡേറ്റ് നമ്മുടെ ഉള്ളിലുണ്ട്. സമയമുണ്ടല്ലോ എന്ന് കരുതി നീട്ടിവെക്കുന്നവരാണ് നമ്മള്. പക്ഷെ അങ്ങനെ നീട്ടിവെക്കുമ്പോൾ അവസാന ദിവസം എത്തുന്ന സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും വലിയ മറ്റെന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. അന്ന് നമുക്ക് ആ ബില്ല് അടയ്ക്കാൻ പോകാനും പറ്റില്ല. ഈ പ്രധാനപ്പെട്ട കാര്യത്തിന് പോവുകയും വേണം എന്ന് പറയുന്ന ഒരു ധർമ്മസങ്കടത്തിലേക്ക് വന്ന് ആവശ്യമില്ലാത്ത ടെൻഷൻ എത്തിച്ചു വെക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും. പക്ഷെ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെൻഷൻ നമുക്ക് എന്താക്കാം, ഒഴിവാക്കാം. ഇവിടെയും ഇന്ന് നിങ്ങളൊരു വ്യക്തിയെ കാണാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ പോയി കാണുക. നാളത്തേക്ക് അവര് നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ ഉണ്ടാവുമോ എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. കാരണം മൈലേജ് സ്റ്റൈൽ ചെയ്യുന്ന 100 കണക്കിന് ആളുകൾ അല്ലെങ്കിൽ 1000കണക്കിന് ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ട്. ഇന്ന് നമ്മൾ കൊടുക്കാത്ത ഓപ്പർച്യൂണിറ്റി ഒരു പക്ഷെ മറ്റേതെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആ വ്യക്തിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരിലൂടെ കിട്ടേണ്ട ലക്ഷക്കണക്കിന് ടേൺ ഓവർ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് കാണേണ്ടവരെ ഇന്ന് തന്നെ ചെന്നിട്ട് കാണുക. ഓപ്പർച്യൂണിറ്റി നമുക്ക് ചുറ്റിലും കറങ്ങുന്നുണ്ട്. പലരും ഈ അവസരവുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മളെ സിസ്റ്റത്തിലേക്ക് വരേണ്ട ഒരു വ്യക്തിയെ പോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ നമ്മൾ അന്നന്ന് ചെയ്യേണ്ട അതാത് സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട്, പങ്ക്ച്വലായിട്ട് ചെയ്തുകൊണ്ട്, ഒരു എന്താ പറയാ ആ ഒരു ശീലം നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുത്ത എല്ലാത്തിന്റെയും എന്താ പറയാ നമുക്ക് എന്തും നേടിയെടുക്കാം. അതിനെ ഒരു ശീലമാക്കി മാറ്റണം എന്നാണ് ആദ്യം പറയാറുള്ളത്. കാരണം നമുക്ക് എന്ത് ചെയ്യണമെങ്കിലും അതിനെ നമ്മൾ ശീലമാക്കി ഒരു ഹാബിറ്റ് ആക്കി മാറ്റാം. നെറ്റ്വർക്ക് ക്രിയേറ്റർ എന്ന് പറയുമ്പം അല്ലെങ്കിൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന
ആളായി മാറണമെങ്കിൽ ആ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ശീലമാക്കി മാറ്റണം. അപ്പൊ ആ ശീലം അങ്ങനെയുള്ള നമുക്ക് ഇതുവരെ പല ശീലങ്ങൾ ഉണ്ടാവാം. ആ ഒരു ശീലം എന്താ പറയാ നമുക്ക് മാറ്റാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ശീലങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ വിചാരിച്ചാൽ മാറ്റാൻ പറ്റുന്ന ശീലങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇതുവരെയുള്ള നമ്മളെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ വെറുതെ കളയുന്നുണ്ടാവാം. പക്ഷെ ആ കളയുന്ന സമയം മൊത്തം നമ്മൾ ഈ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാനും സിസ്റ്റം ബിൽഡ് ചെയ്യാനും വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വരെ നിങ്ങൾ എന്തിനായിരുന്നോ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരുന്നത്, ആ പ്രയോറിറ്റി മാറ്റി വെച്ച് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പ്രയോറിറ്റി തികച്ചും ഈ ഒരു ബിസിനസ്സിനകത്ത് കൊടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ സക്സസ് ആവും എന്നുള്ളത് യാതൊരുവിധ സംശയവും ഇല്ല. വെറുതെ വന്ന് നിന്നാൽ പണം കൊടുക്കുന്ന ഒരു കമ്പനി അല്ല മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഇവിടെ പണിയെടുക്കുന്നവനാണ് പണം ലഭിക്കുന്നത്. അതുകൊണ്ട് ഒരു 4-5 വർഷം ശക്തമായിട്ട് ഈ ഒരു ബിസിനസ്സിനെ നെഞ്ചോട് ഏറ്റെടുക്കുക, കൃത്യമായിട്ട് പഠിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാവുക. കൂടെ വന്നവരെ നിങ്ങൾ എന്താണോ ചെയ്തത്, നിങ്ങൾ എന്താണോ പഠിച്ചത്, അത് കൃത്യമായിട്ട് പഠിപ്പിക്കാൻ തയ്യാറാവുക. അത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ വരുന്ന 4-5 വർഷം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കിടയിൽ ഏറ്റവും വലിയ സക്സസ്ഫുൽ പേഴ്സൺ ആയിട്ട് മാറാൻ, ആളുകൾ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ ഡേറ്റിനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു ദിവസം നമ്മൾക്കും വരും. ഇന്ന് പലരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. പലരുടെയും മുന്നിൽ നമുക്ക് പണമില്ലാത്തതിന്റെ പേരിൽ അപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. പക്ഷെ സമൂഹത്തിലെ ആളുകൾ പല രീതിയിലായിരിക്കും. അപ്പൊ അവരൊക്കെ പലതിനും നമ്മളെ റിജക്ട് ചെയ്തിട്ടുണ്ടാവാം, പലതിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവാം. പക്ഷെ പലരും പല കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്നത്. ചിലർക്ക് ഞാൻ പറഞ്ഞതുപോലെ എന്നെ ആകർഷിച്ച നോമിനേഷൻ ഫെസിലിറ്റി ആണെങ്കിൽ ചിലരുടെ ഉള്ളിലെ വാശിയായിരിക്കാം ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാവാം. ചിലർക്ക് എക്സ്ട്രാ ഇൻകം വേണമെന്ന് ആഗ്രഹിച്ചു വന്നവരുണ്ടാവാം. അതേപോലെ പല രീതിയിൽ ചിന്തിച്ചിട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നവരുണ്ടാവാം. വരുന്ന സമയത്തൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ടാവാം. പക്ഷെ ഒരു വിജയം ഉണ്ടെങ്കിൽ അതിന് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. പ്രതിസന്ധി തരണം ചെയ്യുന്നവനെ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രതിസന്ധിയിൽ പിൻവാങ്ങി പോകുന്നവൻ ഒരിക്കലും സക്സസിലേക്ക് എത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം പ്രതിസന്ധിയെ പേടിക്കുന്നവരല്ല, അതിനെ മറികടന്ന് വിജയം കണ്ടെത്തുന്നവർ തന്നെയാണ് ഇന്ന് ഏറ്റവും വലിയ സ്വപ്നങ്ങൾ നേടിയെടുത്തിട്ടുള്ളതും ലക്ഷ്യങ്ങൾ നേടിയെടുത്തിട്ടുള്ളതും. നമുക്ക് ചുറ്റിലുമുള്ള ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുക. സാധാരണക്കാരൻ എന്നും സാധാരണക്കാരനായി പോകുന്നത് സാധാരണക്കാരന്റെ ചിന്താഗതിയോടുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ്. പക്ഷെ ഒരു സാധാരണക്കാരൻ എന്നാണോ പണക്കാരനാവുന്നത് എന്ന് ചോദിച്ചാൽ ആ സാധാരണക്കാരൻ എന്നാണോ പണക്കാരനെ പോലെ ചിന്തിക്കാൻ തുടങ്ങുന്നത് അന്ന് മുതലാണ് അവൻ പണക്കാരനായിട്ട് മാറുന്നത്. അതുപോലെ ഏതൊരു സാധാരണക്കാരനെയും അസാധാരണക്കാരനാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ നെഞ്ചോട് ഏറ്റെടുത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വിഷ് ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്.